പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. കോൺഗ്രസിന്റെ DGP ഓഫീസ് മാർച്ചിനിടെ ഉണ്ടായ സംഘർഷത്തിൽ KPCC അധ്യക്ഷൻ K സുധാകരനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. VD സതീശൻ, K മുരളീധരൻ, ശശി തരൂർ എന്നിവരും പ്രതിപട്ടികയിൽ ഉണ്ട്. അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അഖിൽ, വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് നമ്മൾ കണ്ടു. അതിന് പിന്നാലെ K സുധാകരനെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കുന്നു. പ്രതിപട്ടികയിൽ പ്രധാനപ്പെട്ട നേതാക്കളുമുണ്ട്. ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? വിവരങ്ങൾ എങ്ങനെയാണ് അഖിൽ ഷാ അൻസാർ? ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുണ്ടായ പോലീസിന്റെ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിൽ KPCC ഈ DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ആ മാർച്ച് വലിയ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയത് നമ്മൾ ഇന്ന് രാവിലെ കണ്ടതാണ്. അതായത് ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ ഏറ്റുമുട്ടലുണ്ടായി. അതിന്റെ ഭാഗമായി പ്രവർത്തകർക്കും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ മാധ്യമപ്രവർത്തകർക്കും ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി പരിക്കേൽക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ ഉള്ള ഒരു അക്രമ സംഭവം തന്നെയാണെന്ന് തിരുവനന്തപുരത്തുണ്ടായത്. ഏറ്റവും പ്രധാനമായും പോലീസ് ജലപീരങ്കി ഉൾപ്പെടെ കണ്ണീർ വാതകം ഉൾപ്പെടെ ഉപയോഗിക്കുന്ന സ്ഥിതിയും ഉണ്ടായി. ഈ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ K സുധാകരൻ ഉൾപ്പെടെയുള്ള VD സതീശൻ, ശശി തരൂർ ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളൊക്കെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഈ നേതാക്കളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു പ്രകോപനം ഉണ്ടാവുകയും അത് വലിയ സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒടുവിൽ ഇപ്പോഴാണ് ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഈ പ്രതിഷേധത്തിന് പിന്നാലെ ഒരു നടപടി കൂടി ഉണ്ടാകുന്നത്. ഈ KPCC അധ്യക്ഷൻ K സുധാകരനെ ഒന്നാം പ്രതിയാക്കിയാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കൂടാതെ VD സതീശൻ, K മുരളീധരൻ, ശശി തരൂർ, രവി മേത്തർ തുടങ്ങിയ നേതാക്കളും കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളും ഈ കേസിൽ പ്രതിയായിട്ടുണ്ട്. കണ്ടാലറിയാവുന്ന 500ഓളം കോൺഗ്രസിന്റെ പ്രവർത്തകർക്കെതിരെയും ഇത്തരത്തിൽ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്ത കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. പൊതുമുതൽ നശിപ്പിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് ഇഘട്ടത്തിൽ കേസെടുത്തിരിക്കുന്നത്. ശരി, കോൺഗ്രസിന്റെ DGP ഓഫീസ് മാർച്ചിനിടെ ഉണ്ടായ സംഘർഷത്തിൽ ഒന്നാം പ്രതി K സുധാകരനാണ്. അതുപോലെ VD സതീശൻ, K മുരളീധരൻ, ശശി തരൂർ അടക്കമുള്ളവർ പ്രതിപട്ടികയിലുണ്ട്. പൊതുമുതൽ നശിപ്പിച്ചു എന്നതടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 500ഓളം പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. തിരുവനന്തപുരത്ത് DGP ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് തെരുവ് യുദ്ധമായി മാറി. മുതിർന്ന നേതാക്കൾ വേദിയിലിരിക്കവേ പോലീസ് മുന്നറിയിപ്പില്ലാതെ കണ്ണീർ വാതക ഷെല്ലുകൾ പ്രയോഗിച്ചു. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട KPCC അധ്യക്ഷൻ K സുധാകരനെ ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസിന് നേരെ കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായി കല്ലെറിഞ്ഞു. മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് DGP ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. KPCC അധ്യക്ഷൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതോടെ പ്രവർത്തകർ പോലീസിനു നേരെ കല്ലെറിഞ്ഞു. കല്ലേറ് രൂക്ഷമായതോടെ നേതാക്കളിരിക്കുന്ന വേദിയിലേക്കും ജലപീരങ്കി നീണ്ടു. മുന്നറിയിപ്പ് പോലുമില്ലാതെ തുടർച്ചയായി കണ്ണീർ വാതകവും പ്രയോഗിച്ചു. വേദിയിലുണ്ടായിരുന്ന നേതാക്കൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. പ്രവർത്തകരും DCC ഭാരവാഹികളും ചേർന്ന് മുതിർന്ന നേതാക്കളെ മാറ്റി. ശ്വാസതടസ്സം നേരിട്ട KPCC അധ്യക്ഷൻ K സുധാകരൻ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇന്നിപ്പോൾ സീനിയർ നേതാക്കന്മാർ സംസാരിക്കുമ്പോഴാണ് ഈ ടിയർ ഗ്യാസും അതുപോലെ ഈ വെള്ളം ചാറ്റിയതുമൊക്കെ കേരളത്തിൽ ഇന്നുവരെ ഒരു സർക്കാരും ഒരു പോലീസും കാണിക്കാത്ത ക്രൂരതയാണ് ഇന്ന് ഇതിനെതിരെ അവർ നടത്തിയത്. നേതാക്കൾ പിരിഞ്ഞുപോയ ശേഷവും പ്രവർത്തകർ ഏറെ നേരം പോലീസിനെതിരെ മുദ്രാവാക്യം വിളികളുമായി നിലയുറപ്പിച്ചു. പിന്നീട് KPCC ഓഫീസിന് മുന്നിൽ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. നേമമണ്ഡലത്തിലെ നവകേരള സദസ്സിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും കടന്നുപോയ വഴിയിൽ കറുത്ത വസ്ത്രങ്ങളടിഞ്ഞ് ചാണ്ടി ഉമ്മൻ MLA ഒറ്റയാൾ പ്രതിഷേധം നടത്തി. പ്രദേശത്ത് DYFI പ്രവർത്തകർ സംഘടിച്ചെങ്കിലും പോലീസ് സുരക്ഷയിൽ കസേരയിലിരുന്നാണ് ചാണ്ടി ഉമ്മൻ പ്രതിഷേധിച്ചത്. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോയതോടെ പ്രതിഷേധം അവസാനിപ്പിച്ച് ചാണ്ടി ഉമ്മൻ മടങ്ങി. 24 തിരുവനന്തപുരം. കോൺഗ്രസിന്റെ DGP ഓഫീസ് മാർച്ചിനിടെ പോലീസ് തന്നെ വ്യക്തിപരമായി ഉന്നം വെച്ചെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ MP. പോലീസ് ഏകപക്ഷീയമായി ആക്രമിക്കുകയായിരുന്നുവെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ പോലീസ് ശ്രമിച്ചെന്ന് ശശി തരൂർ MP ആരോപിച്ചു. പ്രകോപനവും ഇല്ലാതെയാണ് ഈ സംഭവം നടത്തിയത് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കായികമായി നേരിട്ട് കൊണ്ടല്ലേ അവർ പോകുന്നത്, ഗുണ്ടകളെ വെച്ചല്ലേ നടക്കുന്നത്. ഭയങ്കരമായ ശ്വാസം മുട്ടലുണ്ടായി. ഒരു പ്രകോപനവും ഇല്ലാതെ ഈ ജാഥ വന്ന് യോഗം തുടങ്ങുകയായിരുന്നു. സംശയവുമില്ല, യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഇപ്പോൾ ടിയർ ഗ്യാസും ജലപീരങ്കിയും അടിച്ചത്. ഞങ്ങൾ എല്ലാവർക്കും പാർലമെന്ററി പ്രിവിലേജും ഇമ്മ്യൂണിറ്റിയും ഒക്കെ ഉണ്ട്. MP മാരാണ്. 6 MP മാരും 4-5 MLA മാരും ഒക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ
ഒരു കാര്യമില്ലാണ്ട് ടിയർ ഗ്യാസ് അടിക്കാൻ പാടും. അത് മാത്രമല്ല ഭയങ്കര ഹൈ ഗ്രേഡ് ആയിരുന്നു. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ചേർത്തല കടക്കരപ്പള്ളി പടിഞ്ഞാറെ കൊട്ടാരം ക്ഷേത്രക്കുളത്തിൽ 13 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. കടക്കരപ്പള്ളി സ്വദേശി ബിനീഷ് കുമാറിന്റെ മകൻ ആദിത്യനാണ് മരിച്ചത്. കൂട്ടുകാരുമൊത്ത് കുളിക്കാനിറങ്ങിയപ്പോഴാണ് ആദിത്യൻ അപകടത്തിൽപ്പെട്ടത്. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, വിവരങ്ങൾ എന്താണ് മനീഷ്? ഈ സംഭവം ഉണ്ടാകുന്ന ഉച്ചയ്ക്കാണ്. കുളത്തിലെ കൂട്ടുകാരുമൊത്ത് ഇന്ന് അവധി ദിവസമായതുകൊണ്ട് തന്നെ ഒരു 3-4 കൂട്ടുകാർ ഒപ്പമാണ് ആദിത്യൻ ഇന്ന് ഈ കടക്കരപ്പള്ളി, ചേർത്തല കടക്കരപ്പള്ളി പടിഞ്ഞാറെ കൊട്ടാരം ക്ഷേത്രക്കുളത്തിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. ആ സമയത്താണ് ഈ അപകടം ഉണ്ടായത്. ഉടൻ തന്നെ അവിടെ പരിസരത്തുണ്ടായിരുന്ന ക്ഷേത്രകുളത്തിന് സമീപം ഉണ്ടായിരുന്ന നാട്ടുകാർ ചേർന്ന് ആദിത്യനെ രക്ഷിച്ച് ആദിത്യനെ പിന്നീട് കരക്കെത്തിച്ചു. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലാണ് എത്തിച്ചത്. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. കണ്ടമല സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദിത്യൻ. രശ്മിയാണ് മാതാവ്. 3 വയസ്സുള്ള അവന്തിക സഹോദരിയാണ്. നാളെ ശവസംസ്കാരം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ശ്രീജിത്ത്. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കേസെടുത്താൽ തോൽക്കില്ല. ഷുവേറിയൽ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീതയ്ക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ ചോദ്യങ്ങളോട് ക്ഷുഭിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേസിൽ വിശ്വാസക്കുറവില്ല എന്നും ഗൂഢാലോചനയല്ല എന്നതിന് തെളിവുണ്ടെങ്കിൽ മാധ്യമപ്രവർത്തകർ അതുമായി മുന്നോട്ടു പോകണമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉപദേശം. മാധ്യമങ്ങൾ AKG സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങേണ്ട അവസ്ഥയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരിഹസിച്ചു. മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആര് സംസാരിച്ചാലും കേസെടുക്കുമെന്നതാണ് കേരളത്തിലെ രീതിയെന്ന് ഗവർണറും കുറ്റപ്പെടുത്തി. വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ 24 റിപ്പോർട്ടർ വിനീത ബീജിക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി കേസെടുത്ത നടപടിയാണ് മുഖ്യമന്ത്രി ന്യായീകരിച്ചത്. കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് ക്ഷുഭിതനായിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇങ്ങനെയുള്ള വിവരത്തിന്റെ മേലെയല്ല, ഇങ്ങനെയുള്ള വിവരമായിട്ട് കാണണ്ട. നിങ്ങൾ തർക്കിക്കാൻ വേണ്ടി മാത്രം വന്നാണെങ്കിൽ അങ്ങനെ തുടങ്ങാം നമുക്ക്. ഇത് നിങ്ങളല്ല അവരോടാ ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്കാണോ ചോദിക്കുന്നത്? നിങ്ങൾ മാധ്യമപ്രവർത്തനം തന്നെ. നിങ്ങളെ മാധ്യമപ്രവർത്തനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. മാധ്യമപ്രവർത്തനമായിട്ട് നടത്തണം. അതിന് യാതൊരു തടസ്സവും ഇവിടെ ആരും ഉണ്ടാക്കുന്നില്ല. ഞാൻ പറയട്ടെ, നിങ്ങളെന്താ ഇങ്ങനെ ചാടിക്കൊണ്ടിരുന്നു? കുറച്ച് ശബ്ദമുയർത്തി പറഞ്ഞാൽ കാര്യങ്ങൾ നേടിക്കളയാമെന്നുള്ള ധാരണയിൽ തുടങ്ങണ്ട. അതേ ഉള്ളൂ. വിനീതയ്ക്കെതിരായ പോലീസ് നടപടിയിൽ പുതുമയില്ലെന്നും മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ആര് സംസാരിച്ചാലും കേസെടുക്കുമെന്നതാണ് രീതിയെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. When you board a plane, you pass through security. And if somebody says something which is not liked by the chief minister inside the plane, then a case of 307 was registered in Kerala. What's new about it? മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഗൂഢാലോചനയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കുറ്റപ്പെടുത്തൽ. CPM തീരുമാനിക്കുന്നത് പോലെ മാധ്യമപ്രവർത്തനം നടത്തണമെന്ന്. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പ്രതിപക്ഷത്താണെങ്കിലും ഭരണത്തിലിരിക്കുമ്പോഴും മാധ്യമങ്ങൾ അവരെ വിമർശിക്കുകയും തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യും, സമരങ്ങൾ റിപ്പോർട്ട് ചെയ്യും. ഇത് ഏകാധിപത്യമാണ്. ഇത് ഡൽഹിയിൽ നടക്കുന്നത് അതുതന്നെയാണ്. പ്രതിഷേധ സമരങ്ങൾ റിപ്പോർട്ട് ചെയ്ത ആളിന്റെ പേരിൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയത് കോടതിയിൽ എങ്ങനെ തെളിയിക്കുമെന്നത് ലോക്കൽ പോലീസിനും വലിയ തലവേദനയാണ്. നേരത്തെ ഇതേ കേസിൽ അറസ്റ്റിലായ KSU പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തത് കോടതി വിമർശിച്ചിരുന്നു. 24 കൊച്ചി. പ്രതിഷേധ വാർത്ത റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത ബീജിക്കെതിരെ കേസെടുത്ത നടപടിയിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷം. സർക്കാർ ചെയ്യുന്നത് തെറ്റാണെന്ന് ഡോക്ടർ ശശി തരൂർ MP 24നോട് പറഞ്ഞു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള പോലീസ് കടന്നുകയറ്റത്തെ ന്യായീകരിച്ച് മന്ത്രിമാർ രംഗത്തെത്തി. മുഖ്യമന്ത്രിക്കെതിരെയുള്ള KSU പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകയുടെ പേരിൽ കേസെടുത്ത പോലീസ് നടപടി തോന്നിവാസമെന്നായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. കേസ് പിൻവലിച്ച് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ ആവശ്യപ്പെട്ടു. ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം സർക്കാർ മറക്കുകയാണെന്ന് ഡോക്ടർ ശശി തരൂർ MP. മാധ്യമപ്രവർത്തകർ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ മൗലികമായ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ പോയാൽ പിന്നെ അവരുടെ ജോലി എന്താണ്? 24 റിപ്പോർട്ടർ വിനീതയെ അവർക്കെതിരെ കേസെടുത്ത സംഭവം സത്യസന്ധമായി അവർ റിപ്പോർട്ട് ചെയ്തു. ഈ ഒരൊറ്റ കാരണത്തിൻ്റെ പേരിലാണ് അവരുടെ പേരിൽ കേസെടുത്തത് എന്നുള്ളത് വളരെയേറെ വിചിത്രമായിരിക്കുന്നു. എന്താണ് ഇവരുടെ ഇപ്പോൾ ഒരു പ്രശ്നം? എന്താണത്? അവരെ എതിരിക്കാൻ പാടില്ലേ? അവരുടെ എതിരെ സംസാരിക്കാൻ പാടില്ലേ? കരിങ്കോടി കാണിക്കാൻ പാടില്ല? അവരെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പാടില്ല? ആൾക്കാർക്ക് പെർമിഷൻ എടുത്തിട്ട് പാതിയിൽ നിന്ന് പ്രസംഗം കേൾക്കാൻ പാടില്ല? ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ജനാധിപത്യത്തിനെ അവർ മാറ്റാനാണ് ശ്രമിക്കുന്നത്.
ഇത് ഫാസിസത്തിൻ്റെ ഏറ്റവും വലിയ ചൂടാണ്. ഡൽഹിയിൽ ആരെങ്കിലും എതിരായി ശബ്ദിച്ചാൽ അവനെ അകത്താക്കാൻ വേണ്ടിയുള്ള നടപടിയുണ്ട്. അതിനെ എതിർക്കുന്നവരാണ് നമ്മളെല്ലാവരും, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാം. പക്ഷേ ഇവിടെ അവരെക്കാൾ മുൻപിൽ നിന്നുകൊണ്ട് ഇത്തരം കേസുകളെടുക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. പോലീസ് നിലപാടിനെ ന്യായീകരിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തി. എല്ലാ മാധ്യമപ്രവർത്തകരും അങ്ങനെയാണെന്നല്ല, എന്നാൽ ഒറ്റപ്പെട്ട മാധ്യമപ്രവർത്തകർ ചിലരെങ്കിലും വൈകാരികമായി ഇത്തരം ഉണ്ടാകുന്ന ഇഷ്യൂസിൻ്റെ ഭാഗമാകാൻ ചില സന്ദർഭങ്ങളിൽ ശ്രമിക്കാറുണ്ട്. അവർ ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ അവരെ ആരെങ്കിലും പ്രതിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് പരിശോധിച്ചിട്ട് ശരിയായ തീരുമാനം അക്കാര്യത്തിൽ ഉണ്ടാകുകയും ചെയ്യും. മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കുന്നത് ഇടത് നയമല്ലെന്ന് LDF കൺവീനർ EP ജയരാജൻ. അങ്ങനെ മാധ്യമപ്രവർത്തകർക്ക് നേരെ കേസെടുക്കുന്നൊരു നിലപാട് പൊതുവായിട്ട് ഞങ്ങളുടെ ഭാഗത്തില്ല. ഞങ്ങൾ ഒരു മാധ്യമപ്രവർത്തകരെയും ബുദ്ധിമുട്ടിക്കാനോ അവരുടെ സ്വാതന്ത്ര്യം തടയാനോ ഒന്നും ഞങ്ങളില്ല. പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് CPI മന്ത്രിമാരായ P പ്രസാദ്, K രാജൻ എന്നിവർ പ്രതികരിച്ചു. 24 കൊച്ചി. ഇപ്പോൾ ലഭിക്കുന്നൊരു വാർത്തയിലേക്കാണ്. തൃശൂർ അടാട്ട് നവജാത ശിശുവിനെ ശുചിമുറിയിൽ ബക്കറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രസവവിവരം മറച്ചുവെച്ച് മാതാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, വിവരങ്ങൾ എന്താണ് സൂരജ്? ഈ തൃശൂർ അടാട്ടാണ് ഈ നവജാത ശിശുവിനെ ശുചിമുറിയിലെ ബക്കറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ സംഭവം പുറത്തു വരുന്നത് ഈ അമ്മയായ യുവതി അവർ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സ നേടുന്ന സമയത്ത് മാത്രമാണ് വിവരം പുറത്തു വരുന്നത്. യുവതി പ്രസവിച്ചിട്ടുണ്ടെന്ന് ഈ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ തെളിയുകയും ചെയ്തു. വിവാഹമോചിതയായ 42-കാരിയാണ് ഈ ഗർഭകാലം മറച്ചുവെക്കുകയും പിന്നീട് പ്രസവിക്കുകയും ചെയ്തിരിക്കുന്നത്. 18-കാരനായ മകനും അതുപോലെ തന്നെ ഈ യുവതിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. എന്തായാലും ഈ കുഞ്ഞിന് പൂർണ്ണ വളർച്ചയെത്തി എന്നുള്ളതാണ് പറയുന്നത്. പെൺകുഞ്ഞാണ് ഈ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ യുവതി പറയുന്നത് കുഞ്ഞിന്റെ മരണം സ്വാഭാവികമെന്നുള്ളതാണ് ഈ യുവതി ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന പ്രാഥമിക വിവരം. എന്നാൽ പോലീസ് ഈ മൊഴി മുഖവിലക്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മരണകാരണം കണ്ടെത്താൻ എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കുഞ്ഞിന്റെ മൃതദേഹം അല്പസമയത്തിനകം ഈ ആശുപത്രിയിലേക്ക് മാറ്റും എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ലഭിക്കുന്ന വിവരം. സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. യുവമോർച്ച നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിലും സംഘർഷഭരിതമായ രംഗങ്ങൾ. സംസ്ഥാന പ്രസിഡന്റ് CR പ്രഫുൽകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 24-ന്റെ ക്യാമറയിലേക്ക് യുവമോർച്ച പ്രവർത്തകർ ടയർ വലിച്ചെറിഞ്ഞു. പൂജപ്പുര സരസ്വതി മണ്ഡപം CPIM കയ്യേറിയെന്നാരോപിച്ച് BJP പ്രവർത്തകർ നേമം നവകേരള സദസ്സിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചു. വിഴിഞ്ഞത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. പോലീസിന് നേരെ ദണ്ഡവീശിയും ഷീൽഡ് പിടിച്ചുവാങ്ങിയും പ്രതിഷേധം. ഒടുവിൽ ടയർ കത്തിച്ച് പോലീസിന് നേരെ വലിച്ചെറിഞ്ഞ് ടയർ വീണ് 24-ന്റെ ക്യാമറയ്ക്ക് കേടുപറ്റി. പിരിഞ്ഞുപോകാൻ കൂട്ടാക്കാതെ MG റോഡ് ഉപരോധിച്ച യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് CR പ്രഫുൽകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തു നീക്കി. പൂജപ്പുര സരസ്വതി മണ്ഡപം CPIM കയ്യേറിയെന്നാരോപിച്ച് BJP പ്രവർത്തകർ നേമം നവകേരള സദസ്സിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ശ്രീകാര്യത്ത് യുവമോർച്ച പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചു. വിഴിഞ്ഞത്ത് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കാൻ നിന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് പിടികൂടി. തിരുവനന്തപുരം അമ്പലത്തറ കുമരിച്ചന്തയിൽ നവകേരള സദസ്സിനെത്തിയ നാട്ടുകാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. 24 തിരുവനന്തപുരം. കോൺഗ്രസ് സംഘടനാ ചുമതലകളിൽ അഴിച്ചുപണി. ജനറൽ സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെട്ട താരിഖ് അൻവറിന് പകരം കേരളത്തിന്റെ ചുമതല ദീപാദാസ് മുൻഷിക്ക് നൽകി. മഹാരാഷ്ട്രയുടെ ചുമതല രമേശ് ചെന്നിത്തലയ്ക്കാണ്. ഉത്തർപ്രദേശിന്റെ ചുമതലയിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി ഒഴിവായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലാണ് സംഘടനാ തലത്തിൽ വലിയ മാറ്റം കൊണ്ടുവരുന്നത്. കേരളത്തിന്റെ ചുമതല ഇനി ദീപാദാസ് മുൻഷിക്കാണ്.
കേരളം കൂടാതെ ലക്ഷദ്വീപിന്റെയും തെലങ്കാനയുടെയും ചുമതല ദീപാദാസ് മുൻഷി വഹിക്കും. പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവായ രമേശ് ചെന്നിത്തലയ്ക്ക് മഹാരാഷ്ട്രയുടെ ചുമതല നൽകിയത് ശ്രദ്ധേയ നീക്കമാണ്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി KC വേണുഗോപാൽ തുടരും. സംസ്ഥാനത്തിന്റെ ചുമതലകളില്ലാത്ത ജനറൽ സെക്രട്ടറിയായി പ്രിയങ്ക ഗാന്ധി. അവിനാഷ് പാണ്ഡെയ്ക്കാണ് ഇനി ഉത്തർപ്രദേശിന്റെ ചുമതല. പ്രിയങ്കയുടെ പുതിയ ചുമതല വൈകാതെ AICC നിശ്ചയിക്കും. പ്രവർത്തക സമിതിയിലെ പുതുമുഖം സച്ചിൻ പൈലറ്റിന് ഛത്തീസ്ഗഡിന്റെ ചുമതല നൽകി. രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് തോൽവിക്ക് പിന്നാലെയാണ് സച്ചിന് ദേശീയ ചുമതല നൽകിയിരിക്കുന്നത്. രൺദീപ് സിംഗ് സുർജേവാലയ്ക്ക് കർണാടകയുടെയും മുകുൾ വാസ്നിക്കിന് ഗുജറാത്തിന്റെയും ചുമതല നൽകി. കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ ചുമതലയിൽ ജയറാം രമേശ് തുടരും. 24 ഡൽഹി. പ്രൈം ടൈം ന്യൂസിലേക്ക് വാർത്തകളിലേക്ക് വീണ്ടും. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ സമവായമില്ല. ക്രിസ്മസ് ദിനത്തിലെ ഒരു കുർബാന മാത്രമേ ഏകീകൃത രീതിയിൽ നടത്താനാകൂ എന്ന നിലപാടിലാണ് വിമതപക്ഷം. വത്തിക്കാന്റെ നിർദ്ദേശം മറികടന്നാണ് തീരുമാനം. ഡിസംബർ 25 മുതൽ സിനഡ് അംഗീകരിച്ച ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ നടത്തണമെന്നായിരുന്നു നിർദ്ദേശം ലംഘിച്ചാൽ നടപടിയുണ്ടാകുമെന്ന് വത്തിക്കാൻ വ്യക്തമാക്കിയിരുന്നു. ഈ നിർദ്ദേശം തള്ളുകയാണ് വിമതപക്ഷം. ക്രിസ്മസ് ദിനത്തിൽ ഒരു കുർബാന മാത്രം ഏകീകൃത രീതിയിൽ അർപ്പിക്കാം. പിന്നീട് ജനാഭിമുഖ കുർബാന തുടരുമെന്ന് വൈദിക സമിതി അറിയിച്ചു. ഏകീകൃത കുർബാന വിശ്വാസികളെ അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് അൽമായ മുന്നേറ്റം മുന്നറിയിപ്പ് നൽകി. പാതിര കുർബാന ഏകീകൃതമായി അർപ്പിക്കരുതെന്നും അൽമായ മുന്നേറ്റം ആവശ്യപ്പെട്ടു. 24 കൊച്ചി. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിൽ ഡിവൈഎഫ്ഐ നേതാവായ നിതിൻ പുല്ലൻ കസ്റ്റഡിയിൽ. ഒല്ലൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയവെയാണ് ഇയാൾ പിടിയിലായത്. പൊതുമുതൽ നശിപ്പിക്കൽ, വധശ്രമം ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. അതിനിടെ ചാലക്കുടി SIക്കെതിരെ കൊലവിളി പ്രസംഗവുമായി SFI നേതാവ് രംഗത്തെത്തി. ഹെൽമറ്റ് വെക്കാതെ ബൈക്കിൽ റോന്തു ചുറ്റിയ SFI പ്രവർത്തകർക്ക് പോലീസ് പിഴ ചുമത്തിയതാണ് സംഘർഷത്തിന് കാരണം. പ്രകോപിതരായ പ്രവർത്തകർ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി നിതിൻ പുല്ലന്റെ നേതൃത്വത്തിൽ പോലീസ് ജീപ്പ് തകർത്തു. ജീപ്പിന് മുകളിൽ കയറിയ നിതിൻ ഗ്ലാസ് ചവിട്ടി പൊട്ടിച്ചു. ബീക്കൺ ലൈറ്റ് നശിപ്പിച്ചു. കൂടുതൽ പോലീസ് എത്തി നിതിനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും CPIMന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ എത്തി മോചിപ്പിക്കുകയായിരുന്നു. അവിടെ നിന്ന് കടന്നുകളഞ്ഞ നിതിനെ ഒല്ലൂരിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പോലീസ് വീണ്ടും പിടികൂടിയത്. കേസിൽ പിടിയിലായ ഡിവൈഎഫ്ഐ SFI പ്രവർത്തകരായ ജിയോ ഷമീം, ഗ്യാനേഷ്, വിൽഫിൽ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതേസമയം കൊലവിളി പ്രസംഗവുമായി SFI നേതാവ് രംഗത്തെത്തി. ചാലക്കുടി SI അഫ്സലിനെ തെരുവുപട്ടിയെ പോലെ തല്ലുമെന്നായിരുന്നു SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്കിന്റെ ഭീഷണി. കുറെ ദിവസമായി ചാലക്കുടി അങ്ങാടിയിലെ തൊടല് പൊട്ടിച്ച പേപ്പട്ടിയെ പോലെ കാക്കിയടിഞ്ഞുകൊണ്ട് നടക്കുന്നു. ഈ പട്ടിയോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, തെരുവ് പട്ടിയെ തല്ലുന്നത് പോലെ ചാലക്കുടി പട്ടണത്തിലിട്ട് ഈ പട്ടിയെ ഞങ്ങൾ തല്ലുമെന്ന് പറയുന്ന സംഘടന SFI ആണ്. പോലീസ് ജീപ്പ് തകർത്തവരെ ന്യായീകരിച്ച് CPIM രംഗത്തെത്തി. SFI പ്രവർത്തകരെ മർദ്ദിച്ച ചാലക്കുടി SI അഫ്സലിനെതിരെ നടപടി വേണമെന്നും CPIM ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. 24 തൃശൂർ. അറബിക്കടലിൽ ഗുജറാത്ത് തീരത്തിന് സമീപം ചരക്ക് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം. കപ്പലിന് തീപിടിച്ചു. ആർക്കും പരിക്കുകളില്ല. കപ്പൽ ജീവനക്കാരിൽ 20 പേർ ഇന്ത്യക്കാരാണെന്ന് നാവികസേന അറിയിച്ചു. കോസ്റ്റ് ഗാർഡ് കപ്പലിന്റെ അകമ്പടിയോടെ ആക്രമിക്കപ്പെട്ട കപ്പൽ യാത്ര പുനരാരംഭിച്ചു. സൗദി അറേബ്യയിൽ നിന്ന് മംഗലാപുരത്തേക്ക് ക്രൂഡ് ഓയിലുമായി വന്ന വ്യാപാര കപ്പലായ MV ചെമ്പ് പ്ലൂട്ടോയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഗുജറാത്തിലെ പോർബന്ദർ തീരത്ത് നിന്ന് 217 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചായിരുന്നു സംഭവം. ഡ്രോൺ ആക്രമണത്തെ തുടർന്നുണ്ടായ സ്ഫോടനത്തിന് പിന്നാലെ തീപിടിച്ച കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചു. ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിൽ പെട്രോളിംഗ് നടത്തുന്ന കോസ്റ്റ് ഗാർഡ് കപ്പൽ ICGS വിക്രമിനെ ആക്രമിക്കപ്പെട്ട കപ്പലിന്റെ അടുത്തേക്ക് അയച്ചു. വിക്രമിന് സഹായം നൽകാൻ സമീപത്തുള്ള എല്ലാ കപ്പലുകൾക്കും കോസ്റ്റ് ഗാർഡ് നിർദ്ദേശം നൽകി. മറ്റു കപ്പലുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നൈജീരിയൻ കൊടിയുള്ള കപ്പലിന് ഇസ്രായേൽ ബന്ധമുണ്ടെന്നാണ് സൂചന. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. 24 ഡൽഹി. ഗുസ്തി ഫെഡറേഷൻ തെരഞ്ഞെടുപ്പിനെതിരെ പ്രതിഷേധിക്കുന്ന താരങ്ങൾക്ക് പിന്തുണയേറുന്നു. പത്മശ്രീ മടക്കി നൽകുമെന്ന് വീരേന്ദർ സിംഗ് പ്രഖ്യാപിച്ചു. പ്രതിഷേധിക്കുന്നവർ കോൺഗ്രസിന്റെ മടിയിലാണ് ഇരിക്കുന്നത് എന്നായിരുന്നു ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷണിന്റെ ആരോപണം. ഡൽഹി കർത്തവ്യപഥിൽ ഗുസ്തി താരം ബജ്രംഗ് പുനിയ പത്മശ്രീ ഉപേക്ഷിച്ച് മടങ്ങി മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് കൂടുതൽ പേർ പിന്തുണയുമായി എത്തുന്നത്. പത്മശ്രീ തിരികെ നൽകുമെന്ന് വീരേന്ദർ സിംഗ് എക്സിലൂടെ അറിയിച്ചു. മറ്റ് കായിക താരങ്ങളോടും പിന്തുണയ്ക്കണമെന്ന് വീരേന്ദർ അഭ്യർത്ഥിച്ചു. വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയ സാക്ഷി മാലിക്കിനെയോ പത്മശ്രീ തിരികെ നൽകിയ ബജ്രംഗ് പുനിയയോ കേന്ദ്ര കായിക മന്ത്രി പോലും തിരിഞ്ഞു നോക്കാത്തതിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിനെതിരെ ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ പ്രതികരിച്ചു. പ്രതിഷേധിക്കുന്ന താരങ്ങൾ കോൺഗ്രസിന്റെ മടിയിലാണ് ഇരിക്കുന്നതെന്നും
അതുകൊണ്ടാണ് മറ്റു ഗുസ്തി താരങ്ങൾ ഇവരെ പിന്തുണയ്ക്കാത്തതെന്നും ബ്രിജ്ഭൂഷൺ. സുതാര്യമായ തെരഞ്ഞെടുപ്പാണ് നടന്നതെന്നും ബ്രിജ്ഭൂഷൺ കൂട്ടിച്ചേർത്തു. വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഗുസ്തി താരങ്ങളുടെ തീരുമാനം. 24 ഡൽഹി. ഇനി നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. റോബിൻ ബസ് വിട്ടുകൊടുക്കാൻ പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ്. ഉടമ പിഴ അടച്ച സാഹചര്യത്തിലാണ് കസ്റ്റഡിയിലുള്ള ബസ് വിട്ടുകൊടുക്കാനുള്ള ഉത്തരവ്. ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിച്ചത് കൊച്ചി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് കൊച്ചിയിൽ രേഖപ്പെടുത്തിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. കഴിഞ്ഞ 8 ദിവസങ്ങളിൽ 5 ദിവസവും രാജ്യത്ത് ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് കേരളത്തിലാണ്. കൊല്ലം ചാത്തന്നൂരിൽ KSRTC ബസിന്റെയും ടൂറിസ്റ്റ് ബസിന്റെയും മത്സരയോട്ടം. കൊട്ടിയം മുതൽ ചാത്തന്നൂർ വരെയായിരുന്നു അപകടകരമായ രീതിയിൽ മത്സരയോട്ടം. പരാതി ലഭിച്ചതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വാഹനങ്ങൾ പിന്തുടർന്ന് പിടികൂടി. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങിലേക്കുള്ള ക്ഷണം CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നിരസിച്ചു. രാമക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നൃപേന്ദ്ര മിശ്രയാണ് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് സീതാറാം യെച്ചൂരിയെ ക്ഷണിച്ചത്. കാസർഗോഡ് പനത്തടി നീലച്ചാലിൽ വൃദ്ധദമ്പതികൾ കുളത്തിൽ മുങ്ങി മരിച്ചു. കൃഷ്ണൻ നായിക്, ഐത്തമ്മ എന്നിവരാണ് മരിച്ചത്. വയനാട് തിരുനെല്ലിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. കണ്ണൂർ ഉളിയിൽ സ്വദേശി PK രഞ്ജിത്തിനാണ് പരിക്കേറ്റത്. തിരുനെല്ലി ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചായിരുന്നു ആക്രമണം. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. പ്രസവ ശസ്ത്രക്രിയക്കിടെ പന്തീരങ്കാവ് സ്വദേശിനി ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ 2 ഡോക്ടേഴ്സിനെയും 2 നഴ്സസിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി. കേസിൽ ചൊവ്വാഴ്ച കുറ്റപത്രം സമർപ്പിക്കുമെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP വ്യക്തമാക്കി. സർക്കാർ നടപടിയിൽ സന്തോഷമുണ്ട് എന്നായിരുന്നു ഹർഷീനയുടെ പ്രതികരണം. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും തളിപ്പറമ്പ് സ്വദേശിയുമായ ഡോക്ടർ CK രമേശൻ, സ്വകാര്യ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് മലപ്പുറം ചങ്കുവെട്ടി സ്വദേശിനി ഡോക്ടർ M ഷഹന, മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നഴ്സസായ M രഹന, KG മഞ്ജു എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് അനുമതി. 2017 നവംബർ 30 മെഡിക്കൽ കോളേജിൽ നടന്ന ശസ്ത്രക്രിയക്കിടെയാണ് ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത് എന്നാണ് പോലീസ് കണ്ടെത്തൽ. കേസിൽ കുറ്റപത്രത്തിനുള്ള അനുമതി ലഭിച്ചതോടെ നീതിയോട് അടുക്കുകയാണ് എന്ന് KK ഹർഷീന. സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു നീതി നമ്മൾ പ്രതീക്ഷിക്കുന്നു. അവസാനം നിയമ നടപടിയിലൂടെ നീതി ഉറപ്പാക്കുന്നുള്ളത്. അപ്പോൾ ആ ഒരു നിയമ നടപടിയിലൂടെ പോകാനുള്ള ആ ഒരു ഇതൂടെ തടസ്സത്തിലായിരുന്നു. ഇപ്പോൾ ഇത്രയും 2-3 മാസത്തോളമായല്ലോ സാങ്ഷന് വേണ്ടിയിട്ട് കൊടുത്തിട്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ആ ഒരു സാങ്ഷൻ ആയതിൽ നമുക്ക് അതിയായ സന്തോഷം, ഒരു സമാധാനം തന്നെ പറയാം. കോഴിക്കോട്ട് മുഖ്യമന്ത്രി വന്നപ്പം ഹർഷീനക്ക് നീതി ഉറപ്പാക്കുന്ന നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ഇന്നേതായാലും ഈ ദിവസം തന്നെ സർക്കാർ ഹർഷീനക്ക് നീതി ഉറപ്പാക്കുന്ന പ്രോസിക്യൂഷൻ നടപടിക്കുള്ള അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, പ്രോസിക്യൂഷൻ നടപടിക്ക് അനുമതി നൽകിയതോടൊപ്പം തന്നെ ഹർഷീനക്കുള്ള നഷ്ടപരിഹാരം സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ആ പ്രഖ്യാപനം ഉണ്ടാകണം. കുന്നമംഗലം കോടതിയിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP K സുദർശൻ അറിയിച്ചു. 24 കോഴിക്കോട്. അട്ടപ്പാടി വട്ടലക്കിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ മണിക്കൂറുകൾക്ക് ശേഷം കാട് കയറ്റി. JCB ഉപയോഗിച്ച് ചാലുകീറിയാണ് ആനയെ പുറത്തെത്തിച്ചത്. ജനവാസ മേഖലയിലെത്തിയ കാട്ടാന കൂട്ടം തെറ്റി കിണറ്റിൽ വീഴുകയായിരുന്നു. രാവിലെയാണ് നാട്ടുകാർ വിവരമറിഞ്ഞത്. ആഴമുള്ള കിണർ. ആനയെ രക്ഷിക്കുക ഏറെ ശ്രമകരമായ ദൗത്യമായിരുന്നു. JCB എത്തിച്ച് കിണറ്റിൽ നിന്ന് ചാലുകീറി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആന പുറത്തേക്ക്, പിന്നെ കാടുകയറി. അഗളി RRT സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. ഇന്നലെ രാത്രി വട്ടലക്കി കാളവായി തോട്ടത്തിൽ സ്വകാര്യ സ്ഥലത്തുള്ള ഒരു പൊട്ടക്കുളത്തിൽ വീണ കൊമ്പനാനെ JCB ഉപയോഗിച്ച് ചാലും കീറി കയറ്റിവിട്ടു. അത് തമിഴ്നാട് ഭാഗത്തേക്ക് ഓടിപ്പോയുണ്ടായി. ഏറെ നേരം കിണറ്റിൽ കിടന്നെങ്കിലും കാട്ടാനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. തമിഴ്നാട് അതിർത്തി വനമേഖലയിലേക്കാണ് കാട്ടാന പ്രവേശിച്ചത്. 24 പാലക്കാട്. ഭീകരാക്രമണം നടന്ന കശ്മീരിലെ രജൌരി പൂഞ്ച് മേഖലയിൽ ഇന്റർനെറ്റ് നിരോധനം. വനമേഖലയിൽ വ്യാപക തെരച്ചിൽ തുടരുകയാണ്. സൈന്യം ഒരു ഭീകരനെ കൂടി വധിച്ചു. ഇന്ന് പുലർച്ചെ മുതലാണ് മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ രജൌരി പൂഞ്ച് സെക്ടറിൽ താൽക്കാലികമായി നിരോധിച്ചത്. മേഖലയിൽ ഭീകരർക്കായുള്ള തിരച്ചിൽ തുടരുന്നതിന്റെ ഭാഗമായാണ് ഇന്റർനെറ്റ് നിരോധന നടപടി. 4 ഭീകരരുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടെന്നാണ് സൈന്യം അറിയിക്കുന്നത്.
അതിനിടെ ജമ്മുവിലെ അഖ്നൂരിൽ രാജ്യാന്തര അതിർത്തിക്ക് സമീപം നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം പരാജയപ്പെടുത്തി. ഭീകരരെ കണ്ടെത്തുന്നതിനായി സ്നീഫർ നായ്ക്കളെയും ദൌത്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രജൌരിയിൽ നടന്ന ഭീകരാക്രമണത്തിൽ 5 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. പുഞ്ച് മേഖലയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പരിശോധനയ്ക്കിറങ്ങിയ 2 സൈനിക വാഹനങ്ങൾക്ക് നേരെയാണ് ഭീകരർ വെടിയുതിർത്തത്. രജൌരിയിൽ ഭീകരാക്രമണം നടത്തിയതിന്റെ ഉത്തരവാദിത്വം നിരോധിത ഭീകര സംഘടനയായ പീപ്പിൾസ് ആന്റി ഫാസിസ്റ്റ് ഫ്രണ്ട് ഏറ്റെടുത്തിരുന്നു. 24 ഡൽഹി. സപ്ലൈകോയുടെ ക്രിസ്മസ് പുതുവത്സര വിപണി നടത്തിപ്പിൽ സർക്കാരിന് ഗുരുതര വീഴ്ച. സാധനങ്ങൾ വാങ്ങാൻ ഓർഡർ നൽകിയത് കഴിഞ്ഞ ചൊവ്വാഴ്ച. സാധനങ്ങൾ നൽകില്ലെന്ന് നിലപാടെടുത്ത കരാറുകാർക്ക് കുടിശ്ശിക നൽകിയത് ഇന്നലെ. ക്രിസ്മസിന് മുമ്പ് സബ്സിഡി സാധനങ്ങൾ ലഭിക്കില്ലെന്ന് ഉറപ്പായി. 800 കോടിയുടെ കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് കരാറുകാർ ടെൻഡറിൽ പങ്കെടുത്തിരുന്നില്ല. ഇതേ തുടർന്ന് ഇത്തവണ ക്രിസ്മസ് പുതുവത്സര വിപണി വേണ്ടെന്നായിരുന്നു സപ്ലൈകോയുടെ നിലപാട്. എന്നാൽ ഇത് സർക്കാരിന് നാണക്കേടുണ്ടാക്കുമെന്ന് വിലയിരുത്തിയാണ് 7 ജില്ലകളിലെങ്കിലും വിപണി തുടങ്ങാൻ തീരുമാനിച്ചത്. ഇതിനായി കരാറുകാരുമായി ചർച്ച നടത്തിയത് കഴിഞ്ഞ ശനിയാഴ്ച. തുടർന്ന് ടെൻഡർ തുറന്നതും സപ്ലൈ ഓർഡർ നൽകിയതും ചൊവ്വാഴ്ച. എന്നാൽ കുടിശ്ശിക തുക നൽകാത്തതിനാൽ വിതരണക്കാർ മറ്റു നടപടിയിലേക്ക് കടന്നില്ല. കരാറുകാർ നിലപാട് കടുപ്പിച്ചതോടെ 22-ന് വെള്ളിയാഴ്ചയാണ് കുടിശ്ശിക തുകയിൽ 100 കോടി കരാറുകാർക്ക് നൽകിയത്. ഇതിനുശേഷമാണ് വിതരണക്കാർ ഇതര സംസ്ഥാനത്ത് നിന്നും സാധനങ്ങൾക്ക് ഓർഡർ നൽകിയത്. മറ്റന്നാൾ ക്രിസ്മസ് ആയിട്ടും സാധനങ്ങൾ വിപണിയിലെത്തില്ലെന്ന ഉറപ്പായി. 24 തിരുവനന്തപുരം. ശബരിമലയിൽ ഭക്തജനത്തിരക്ക് തുടരുകയാണ്. പമ്പയിൽ നിന്ന് ഘട്ടം ഘട്ടമായാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത്. മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ട അവലോകന യോഗം സന്നിധാനത്ത് നടന്നു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെട്ടു. അതിനിടെ മഹാരാഷ്ട്രയിൽ നിന്ന് ശർക്കര എത്താൻ വൈകിയതോടെ അരവണ വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. മണ്ഡലപൂജ അടുത്തതോടെ സന്നിധാനത്തേക്കുള്ള ഭക്തജനപ്രവാഹം നാൾക്കുനാൾ കൂടുകയാണ്. തീർത്ഥാടകരുടെ നീണ്ട നിര ഇന്ന് അപ്പാച്ചിമേട് വരെ നീണ്ടു. 90,000-ൽ പരം ആളുകളാണ് ഇന്ന് ദർശനം നടത്തിയത്. ക്രിസ്തുമസ് അവധിക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി അടച്ചതോടെ മല ചവിട്ടുന്ന തീർത്ഥാടകരിൽ 40% പേരും കുട്ടികളും മുതിർന്ന സ്ത്രീകളുമാണ്. ഇവർക്കായി ഏർപ്പെടുത്തിയ പ്രത്യേക ക്യൂ സംവിധാനം വിജയമെന്നാണ് വിലയിരുത്തൽ. തിരക്ക് നിയന്ത്രിക്കാൻ തീർത്ഥാടകരെ 24 മണിക്കൂറും 18-ാം പടി ചവിട്ടാൻ അനുവദിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലുള്ള കർപ്പൂരാഴി ഘോഷയാത്ര ദീപാരാധനയ്ക്ക് ശേഷം സന്നിധാനത്ത് നടന്നു. താളമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും അകമ്പടിയേകി. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കിയുമായുള്ള പ്രയാണം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. രാവിലെ 6 മണിയോടെ ആരംഭിച്ച പ്രത്യേക പൂജകൾക്ക് ശേഷം 7 മണിക്ക് തന്നെ തങ്കയങ്കി രഥത്തിലേക്ക് എത്തിച്ചു. പിന്നെ വാദ്യാഘോഷങ്ങളുടെ പുറപ്പാട്. 26-ന് ദീപാരാധനയ്ക്ക് മുമ്പ് തങ്കയങ്കി ശബരിമല സന്നിധാനത്തെത്തും. അതേസമയം അരവണ വിൽപ്പനയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ഒരു തീർത്ഥാടകന് 5 ബോട്ടിൽ അരവണയും 5 പാക്കറ്റ് അപ്പവുമാണ് നിലവിൽ നൽകുന്നത്. മഹാരാഷ്ട്രയിൽ നിന്നും ശർക്കര എത്താൻ വൈകിയതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. പ്രതിസന്ധി ഉടൻ പരിഹരിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. സത്രം പുല്ലുമേട് കാനനപാതയിൽ തീർത്ഥാടകൻ കുഴഞ്ഞു വീണ് മരിച്ചു. തലശ്ശേരി സ്വദേശി ദിനേശാണ് മരിച്ചത്. മണ്ഡലപൂജയ്ക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ദ്രുതഗതിയിലാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. രാപകലില്ലാതെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയാണ് പോലീസും ദേവസ്വം ഉൾപ്പെടെയുള്ള മുഴുവൻ വിഭാഗങ്ങളും. മനു ദാമോദറിനൊപ്പം രാഹുൽ സുരേഷ്, 24 സന്നിധാനം. കോവിഡിനെ തുടർന്ന് മാതാപിതാക്കളെ നഷ്ടമായ വിദ്യാർത്ഥികൾക്ക് ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ നൽകുന്ന ജോയ് ഓഫ് ഹോപ്പ് സ്കോളർഷിപ്പിനുള്ള തുക ജില്ലാ ഭരണകൂടത്തിന് കൈമാറി. തൃശൂർ DBCLC ഹാളിൽ നടന്ന ചടങ്ങിൽ ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ ഡയറക്ടർ ജോളി ജോയ് എന്നിവർ ചേർന്നാണ് കളക്ടർ VR കൃഷ്ണതേജ IASന് 2.5 കോടി രൂപയുടെ ചെക്ക് കൈമാറിയത്. ജോയ് ആലുക്കാസ് ഫൗണ്ടേഷന്റെ കീഴിൽ തൃശൂരിൽ വയോജന മന്ദിരം, പാലിയേറ്റീവ് കെയർ സെന്റർ എന്നിവ വൈകാതെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ജോയ് ആലുക്കാസ് വ്യക്തമാക്കി. ഞങ്ങൾ ചാരിറ്റിയുടെ ഭാഗമായിട്ട് അനവധി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ളൊരു നോവൽ ഐഡിയ ഇവിടെ ഡിസ്ട്രിക്ട് കളക്ടർ കൃഷ്ണതേജ ഇങ്ങനെ അവതരിപ്പിച്ചപ്പോൾ അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നി. അതിൽ ഞങ്ങൾ ഇടപെട്ടു. എന്തായാലും നമ്മളവരെ അഡാപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച നിലയ്ക്ക് അവരുടെ മറ്റു കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. പലർക്കും പല ബുദ്ധിമുട്ടുകളുള്ള മറ്റ് വിഷയങ്ങളുണ്ടായിരിക്കും. ഞങ്ങൾ ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ അതിനകത്ത് ഇടപെട്ട് അതിനുള്ള മാർഗനിർദ്ദേശവും പണമായിട്ടാണോ എന്താണെന്നുണ്ടെങ്കിൽ അത് ചെയ്യും. LKG മുതൽ ഡിഗ്രി തലം വരെയുള്ള 350 വിദ്യാർത്ഥികളുടെ അടുത്ത 5 വർഷത്തേക്കുള്ള വിദ്യാഭ്യാസ ചെലവുകളാണ് ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ ഏറ്റെടുത്തത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 1000 രൂപയും ഹയർ സെക്കൻഡറി ബിരുദ തലത്തിലുള്ളവർക്ക് 2500 രൂപയുമാണ് പ്രതിമാസം ലഭിക്കുക. ജില്ലാ കളക്ടറുടെ സഹായത്തോടെയാണ് ഗുണഭോക്താക്കളായ കുട്ടികളെ കണ്ടെത്തിയത്. കോവിഡ് സമയത്ത് രക്ഷകർത്താക്കൾ നഷ്ടപ്പോയ 350 കുട്ടികൾക്ക് പിന്തുണ ആയിട്ടാണ് ജോയ് ഫൗണ്ടേഷൻ ഇന്ന് വന്നത്.
ഈ 350 കുട്ടികൾക്ക് അവർ പഠിക്കുന്നവരെ എല്ലാ മാസം 1000 രൂപ അവർക്ക് സ്കോളർഷിപ്പായിട്ട് കിട്ടും. അവർ ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയത്ത് 2500 രൂപ കിട്ടും. തീർച്ചയായിട്ടും ഇനി മുതൽ ഈ കുട്ടികളെല്ലാവരും സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതെ നല്ലപോലെ പഠിക്കാൻ പറ്റും. കുട്ടികളെല്ലാവരും ഉറപ്പ് നൽകിയിട്ടുണ്ട് അവർ നന്നായിട്ട് പഠിച്ചിട്ട് വലിയ ഒരു പൊസിഷനക്ക് നേടുമാനും. സോ ഐ പേഴ്സണലി താങ്ക്സ് ടു ജോയ് ഫൗണ്ടേഷൻ ഫോർ കമ്മിങ് ഫോർവേഡ് ആൻഡ് അഡോപ്റ്റിംഗ് 350 ചിൽഡ്രൻ. ഈ റിപ്പോർട്ടോടുകൂടി പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്. നമസ്കാരം.